എല്ലാ മേഖലയിലും വലിയ ഭീമമായ വില വർധനവും ഉണ്ടായ സാഹചര്യത്തിൽ അടിയന്തരമായി ഒരു ബസ് ചാർജ് വർധനം ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് ഓടാൻ കഴിയാത്ത സ്ഥിതി വരും. ഈ സ്വകാര്യ ബസ് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചത് 2022-ലാണ്. ഇപ്പോ 4 വർഷം കഴിഞ്ഞു. അതിനുശേഷം സോഷ്യൽ സെക്യൂരിറ്റി സെസ് എന്ന് പറഞ്ഞ് 2 രൂപ ഡീസലിന് കേരള ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് 4 തവണയായി 8 രൂപയോളം ഡീസൽ വില വർദ്ധിച്ചു. അപ്പൊ മൊത്തം ഞങ്ങൾക്ക് കഴിഞ്ഞ ബസ് ചാർജ് വർധനവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 10 രൂപയുടെ വർധനമാണ് ഞങ്ങൾക്ക് ബസ് ചാർജിൽ ഞങ്ങളുടെ ഡീസൽ വിലയിൽ മാത്രം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ബസിന്റെ പ്രവർത്തന ചെലവിന്റെ ഏതാണ്ട് 60% ചെലവും ഡീസലിനാണ്. അപ്പോൾ ഞങ്ങളെ ബാധിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തന ചെലവിൽ ഏറ്റവും അധികം ബാധിക്കുന്ന ഒന്നാണ് ഡീസലിന്റെ വില വർധനവ്. ഈ നിലവിലെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ ഡീസൽ വില വെച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ബസ് ചാർജ് വർധനവ് സമയത്ത് ഞങ്ങളോട് പറഞ്ഞിരുന്ന സർക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവ് ഉടനടി സർക്കാർ കമ്മീഷനെ വെച്ച് നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ബസ് ചാർജ് വർധന സമയത്ത് തന്നെ അതൊരു കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്ന് കമ്മീഷൻ പറഞ്ഞത് 50%-ലധികം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ 50%-ലധികം വർധന ഉണ്ടാവണം, അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ നിലനിൽക്കില്ല.